പോയി ഉപരിപഠനം നടത്താനും അവിടെ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാനഡയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങളും വാർത്തകളും നമ്മളെ ഒരൽപ്പം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി അവരുടെ വാതിലുകൾ അടയ്ക്കുകയാണോ? അവിടെ ഇനി പഠിക്കാൻ അവസരമില്ലേ? ഇത്തരം സംശയങ്ങളുമായി ഇരിക്കുന്നവർക്ക് ഇതാ ഏറ്റവും പുതിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാനഡയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറായ ക്രിസ് കൂട്ടർ ആണ് ഈ വിഷയത്തിൽ വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി വാതിലുകൾ അടച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കാനഡയിൽ അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം ഇതാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? വിസ നടപടികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്തുകൊണ്ടാണ് കാനഡ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്ന സംശയമായിരിക്കും നമ്മളിൽ പലർക്കും ഉള്ളത്. നമുക്ക് നോക്കാം. കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കുമിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ടെന്ന് ഹൈക്കമ്മീഷണർ ക്രിസ് വാർത്താ ഏജൻസിയായ ANI പറഞ്ഞു. എന്നാൽ ഈ ധാരണ തികച്ചും തെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു പരിധി അഥവാ ക്യാപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ഇക്കാര്യവും സത്യമാണ്. എന്നാൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു പരിധി അഥവാ ക്യാപ്പ് ഏർപ്പെടുത്തിയിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കാനഡയിൽ പെട്ടെന്നുണ്ടായ ഭവനക്ഷാമം, ചില വ്യാജ കോളേജുകളുടെ കടന്നുവരവ്, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടായ ആശങ്കകൾ എന്നിവ പരിഹരിക്കാനാണ് കനേഡിയൻ സർക്കാർ അന്ന് അത്തരമൊരു കർശന നടപടി സ്വീകരിച്ചത്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന തട്ടിപ്പ് സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനും സിസ്റ്റം വൃത്തിയാക്കാനും വേണ്ടിയായിരുന്നു അത്. ഇപ്പോൾ കാനഡ ആ പ്രശ്നങ്ങളെല്ലാം വിജയകരമായി പരിഹരിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി കാനഡ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഏകദേശം 4 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കുന്നത്. ഈ സംഖ്യ യൂറോപ്യൻ യൂണിയൻ, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ എല്ലാം ചേർത്ത് വെച്ചതിനേക്കാൾ കൂടുതലാണ്. അത്രമാത്രം വലിയൊരു അവസരമാണ് കാനഡ ഇപ്പോൾ നൽകുന്നത്. മാത്രമല്ല, നിലവിൽ കനേഡിയൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരിധിയിലേക്ക് പോലും അപേക്ഷകരുടെ എണ്ണം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഒഴിവുകളുണ്ട്. ഇക്കാരണത്താൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിലേക്ക് അപേക്ഷിക്കാൻ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച സുവർണ അവസരമാണ് ഇതെന്നാണ് ഹൈക്കമ്മീഷണർ പറയുന്നത്. കാനഡയിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളിൽ കാനഡയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മാക്കിൽ യൂണിവേഴ്സിറ്റി, ടൊറന്റോ യൂണിവേഴ്സിറ്റി എന്നിവ ലോകത്തിലെ തന്നെ മുൻനിര സ്ഥാപനങ്ങളാണ്. യൂണിവേഴ്സിറ്റികളായാലും പോളിടെക്നിക് കോളേജുകളായാലും കാനഡ നൽകുന്നത് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസമാണ്. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് വിസ പ്രോസസ്സിംഗിലെ താമസം. പലപ്പോഴും വിസ ലഭിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നതായും കൃത്യതയില്ലാത്തതായും പരാതികൾ ഉയരുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനും ഇപ്പോൾ വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർഷം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷം വിസ നടപടികൾ കൂടുതൽ എളുപ്പമാക്കാനും വേഗത്തിലാക്കാനുമുള്ള ശക്തമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും വിസ നടപടികൾ സുഗമമാക്കാൻ കനേഡിയൻ ഭരണകൂടം സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. തങ്ങളുടെ വിസ സേവനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ക്രിസ് കൂട്ടിച്ചേർത്തു. കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൈവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മുൻപത്തേക്കാൾ സുരക്ഷിതവും സുതാര്യവുമായ അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കനേഡിയൻ സർക്കാർ വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കനേഡിയൻ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉയർന്ന നിലവാരമുള്ള പഠനവും മികച്ച കരിയറും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ധൈര്യമായി കാനഡയിലെ മികച്ച കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.